നമസ്കാരം. നവഗ്രഹ ജ്യോതിശാലയത്തിലേക്ക് വീണ്ടും സ്വാഗതം. 2025 ഓഗസ്റ്റ് മാസത്തെ ഫലങ്ങളുമായിട്ടാണ് ഈ കുറി വന്നിരിക്കുന്നത്. അതിൽ ആദ്യത്തെ നക്ഷത്രം മകൻ നക്ഷത്രം. ആദ്യത്തിൽ 12-ലും ജന്മരാശിയിലും സഞ്ചരിക്കുകയാൽ കർമ്മഗുണം ക്ഷീണിക്കും. കായികാധ്വാനം ഏറും. ഭൗതിക പരീക്ഷണങ്ങളിൽ തളരും. ലഘു സാധ്യത. ഊർജം കൂടുതൽ ചെലവഴിക്കേണ്ടി വരുന്നതാണ്. പ്രതീക്ഷിച്ച് ജോലി കിട്ടിയാലും ദൂരസ്ഥലം, ശമ്പളക്കുറവ് തുടങ്ങിയവ ഉണ്ടാകും. എന്നാലും സാമാന്യമായ നേട്ടങ്ങൾ കരസ്ഥമാക്കാനാകും. ഗുരു ശുക്രന്മാരുടെ 11-ലെ സഞ്ചാരം ധനലാഭം നേടിത്തരും. പ്രശസ്തി, അംഗീകാരം എന്നിവയും കിട്ടുന്നതാണ്. പ്രത്യേകിച്ച് രാഷ്ട്രീയക്കാർക്ക് സമൂഹത്തിൽ നല്ല സ്വീകാര്യതയുള്ളൊരു സമയം കൂടിയാണ്. പ്രണയജീവിതം വിവാഹ ജീവിതത്തിലേക്ക് കടക്കുന്നതായിരിക്കും. കുടുംബാന്തരീക്ഷത്തിൽ സ്വസ്ഥതക്കുറവുണ്ടാകും. സാമ്പത്തിക കാര്യങ്ങളിൽ തൃപ്തി ലഭിക്കുന്നതാണ്. ജന്മകേതുവും അഷ്ടമശനിയും ആരോഗ്യത്തെ ബാധിക്കുമെന്നതിനാൽ കരുതലുണ്ടാവണം. റെസ്റ്റോറൻറ്റുകളിൽ നല്ല റെസ്റ്റോറൻറ്റിൽ കയറി ഭക്ഷണം കഴിക്കുക, പഴകിയ ആഹാരങ്ങൾ ഒഴിവാക്കുക, ഇതൊക്കെ ചെയ്താൽ നമുക്ക് ആരോഗ്യ കാര്യങ്ങളിൽ നമുക്കൊരു ഇത് കിട്ടും, തൃപ്തി കിട്ടും. സാമ്പത്തിക നേട്ടം ഉണ്ടാകുന്നൊരു കാലഘട്ടമാണ്. പക്ഷേ എന്ത് ചെയ്താലും ഒരു കരുതലോടുകൂടി തന്നെ ചെയ്യുക. വിവാഹത്തിന് പറ്റിയ സമയമാണ്. പ്രണയിനികൾക്ക് വിവാഹം കഴിക്കാൻ പറ്റിയ സമയമാണ്. എല്ലാം മംഗളമായി ഭവിക്കുന്നൊരു കാലവും കൂടാണ്. അടുത്ത പൂരം നക്ഷത്രം. ഭൗതിക സാഹചര്യങ്ങൾ ഒട്ടാകെ അനുകൂലമാകും. ധനാഗമത്തിൻ്റെ വഴികൾ വളരുന്നതാണ്. ഗൃഹം മോടി പിടിപ്പിക്കും. നവീനമായിട്ടുള്ള ഗൃഹോപകരണങ്ങൾ വാങ്ങാനും കഴിയും. ബിസിനസ്സിൽ നേട്ടങ്ങളുണ്ടാവും. വിപണി അറിഞ്ഞുകൊണ്ടുള്ള തന്ത്രങ്ങൾ ഉപഭോക്താക്കളെ ആകർഷിക്കാനും കഴിയും. ഉദ്യോഗസ്ഥർക്ക് സഹപ്രവർത്തകരുമായി മുഷിയേണ്ടുന്നൊരു സാഹചര്യം വന്നു ചേരാം. അതിന് കാരണം ജോലിഭാരമാണ്. ജോലിഭാരം അമിതമാകുമ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ, പ്രത്യേകിച്ച് ചുമതലകൾ കൂടുമ്പോഴൊക്കെ ഇങ്ങനെ അത് പൂർത്തീകരിക്കാനായിട്ട് ചെറിയ അസ്വസ്ഥതകളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. കാര്യതടസ്സങ്ങളെ പ്രായോഗികമായി ബുദ്ധി കൊണ്ടും മറികടക്കാൻ കഴിയുന്നതാണ്. ദീർഘകാലമായി രോഗികളായിരിക്കുന്നവർക്ക് ചികിത്സയിലൂടെ ഫലം ലഭിക്കും, ആശ്വാസം ലഭിക്കും. അസുഖങ്ങൾ മാറാനുള്ള ഒരു സാഹചര്യം, അല്ലെങ്കിൽ ദീർഘകാലമായി അലട്ടുന്ന അസുഖങ്ങളെ നമുക്ക് മറികടക്കാൻ കഴിയുന്നൊരു സാഹചര്യമുണ്ട്. കടബാധ്യതയിൽ കുറേശ്ശായി പരിഹരിക്കാൻ കഴിയുന്നൊരു കാലഘട്ടമാണ്. സൗഹൃദം അനുരാഗമായി മാറാനിടയുണ്ട്. ആത്മവിശ്വാസം വളരെ കൂടുന്ന ഒരു കാലഘട്ടമാണ്. അത് പ്രയോജനപ്പെടുത്തുക. പൂരനക്ഷത്രക്കാർക്ക് പൊതുവെ നല്ല ഒരു സമയമാണ് ഈ ഓഗസ്റ്റ് മാസം കാണിക്കുന്നത്. അടുത്തത് ഉത്തര നക്ഷത്രം. ഗുണദോഷ സമ്മിശ്ര കാലമാണ്. എല്ലാ കാര്യത്തിലും പ്രകടമാകും. ഭാവി സംബന്ധിച്ച പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ കൈക്കൊള്ളാനിടയുണ്ട്. തൊഴിൽ മട്ടത്തിന് ഗ്രഹാനുകൂല്യം ഇല്ല. അതുകൊണ്ട് തൊഴിൽ മാറാൻ നിൽക്കേണ്ട. നിലവിൽ ചെയ്യുന്ന ജോലിയിൽ തന്നെ തുടർന്നതാണ് ഏറ്റവും നല്ലത്. അർഹതയുള്ള അവസരങ്ങൾ വൈകാതെ വന്നെത്തുമെന്ന് പ്രതീക്ഷിക്കാം. നിലവിലെ ജോലിയിൽ ന്യായമായ പരിഗണന കിട്ടിയേക്കില്ല. തന്മൂലം ധനക്ലേശം വരാം. മേലധികാരികളുടെ ചെറിയ എതിർപ്പോ അല്ലെങ്കിൽ അവരുടെ വിരോധമോ ആ രീതിയിലുള്ള പെരുമാറ്റങ്ങളോ അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. സ്വാശ്രയ ജോലികളിൽ സമാധാനമുണ്ട്. ധനപരമായ നേട്ടങ്ങൾക്ക് സാധ്യതയുണ്ട്. കുടുംബ ബന്ധങ്ങളിൽ അലോസരവും സന്തോഷവും നിരലും ലാഭവുമായി മാറിയിരിക്കും. കേതു, ചൊവ്വ, രാഹു, ശനി തുടങ്ങിയവയുടെ വിപരീത സ്ഥിതി വ്യാഴം, ശുക്രൻ, ബുധൻ തുടങ്ങിയ ഗ്രഹങ്ങൾക്ക് തരാവുന്ന ഗുണാനുഭവങ്ങളെ ബാധിച്ചേക്കാം. കരുതൽ എല്ലാ കാര്യത്തിലും ഉണ്ടാവേണ്ടതുണ്ട്. ഒരു കാര്യം ചെയ്താൽ മതി. ഈ തടസ്സങ്ങൾ, തൊഴിലുണ്ടാകുന്ന തടസ്സങ്ങൾ മാറാൻ ഏറ്റവും നല്ലത് മുരുകനെ പ്രീതിപ്പെടുത്തുക, മഹാവിഷ്ണുവിനെ പ്രീതിപ്പെടുത്തുക. ഈ രണ്ട് കാര്യങ്ങൾ ചെയ്താൽ തന്നെ നമുക്ക് തൊഴിൽ സംബന്ധമായിട്ടുള്ള എതിർപ്പുകളോ മേലുദ്യോഗസ്ഥരിൽ നിന്നുള്ള എതിർപ്പുകളൊക്കെ മാറി നമുക്കത് ഭംഗിയായിട്ട് നിലനിർത്താൻ കഴിയും. ഏതെങ്കിലും അടുത്തുള്ള ക്ഷേത്രങ്ങൾ, ഇപ്പോൾ വിദേശത്ത് നിൽക്കുന്നവരാണെങ്കിൽ വീട്ടിൽ ഭാര്യമാരോ അച്ഛനോ അമ്മയോ ആരെങ്കിലും കൊണ്ട് ആ പേരും നാളും പറഞ്ഞ് വഴിപാട് കഴിപ്പിക്കുന്നത് വളരെ ഗുണം ചെയ്യുന്നതായിട്ട് കണ്ടുവരുന്നുണ്ട്. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് പിന്തുണയ്ക്കുക. പുതിയ വീഡിയോയുമായി വീണ്ടും നന്ദി. നമസ്കാരം.